എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ കാൻഡിനി വയലിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചിരുന്നു, ഒത്തിരി പേര് നമ്മൾ റെസ്പോണ്ട് ചെയ്തു, അത് ചെയ്യണം എന്ന് പറഞ്ഞു. പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും കാൻഡിനി വയലിനെ കുറിച്ചുള്ള ഒരു അടിപൊളി റിവ്യൂ മലയാളത്തിൽ ആണ്. എനിക്കൊന്നും അധികം പേരൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇത് നല്ലൊരു വീഡിയോ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇലക്ട്രിക് വയലിൻ മേടിക്കുന്നവർ ഈ വീഡിയോ കണ്ടിരിക്കണം. ഇലക്ട്രിക് വയലിനുള്ള വ്യത്യാസം എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ആക്കിയാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ഉടനെ എത്തുന്നതാണ്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കാൻഡിനി വയലിൻ നിങ്ങളൊന്ന് കാണിക്കുകയാണ്. അപ്പം ഇത് ആണ് നമ്മുടെ പുതിയ കാൻഡിനി വയലിൻ. ഓക്കെ, അപ്പം കാൻഡിനി വയലിൻ ഞാൻ സെലക്ട് ചെയ്തത് റെഡാണ്. റെഡും ബ്ലാക്കും കൂടെ, വൈൻ റെഡും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. നമ്മളിപ്പം പ്രോഗ്രാമിലൊക്കെ വായിക്കുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, നല്ല കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ ചൂസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മുടെ സ്ട്രിങ്ങിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെയിൽ പീസ് ആയിട്ട് നമ്മുടെ സാധാരണ വയലിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൻ്റെ ടെയിൽ പീസ് ചെയ്തേക്കുന്നത്. അതിവിടെ നമുക്ക് 4 സ്ട്രിങ്ങിന് വേണ്ടി നമുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് 4 സ്ട്രിങ് വയലിനാണ്. ഞാനൊരു വെസ്റ്റേൺ പ്ലെയർ ആയതുകൊണ്ട് നമ്മൾ 4 സ്ട്രിങ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിയറിയാം നമുക്ക് 4 അഡ്ജസ്റ്റർ ഉണ്ട്, ഫൈൻ ട്യൂണർ ഉണ്ട്. പിന്നെ ഓരോ കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ സ്ട്രിങ്സ് നമ്മൾ കാൻഡിനിയുടെ സ്ട്രിങ്സ് തന്നെ നമ്മൾ വാങ്ങാൻ കിട്ടും. ഇപ്പം ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അറിവെന്ന് പറഞ്ഞാൽ സ്ട്രിങ്സ് നമുക്ക് നോർമൽ സ്ട്രിങ് എല്ലാ സ്ട്രിങ്ങും തന്നെ ഇതിൽ പറ്റില്ല. ഗേറ്റ് കൂടിയ സ്ട്രിങ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, അപ്പം നമുക്ക് കാൻഡിനിയുടെ സ്ട്രിങ് വാങ്ങാൻ കിട്ടും. ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബാംഗ്ലൂരുണ്ട്. അത് ഈ വയലിൻ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഡീറ്റെയിലും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബ്രിഡ്ജാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാം, ഇത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വയലിൻ്റെ സൗണ്ടിനെ എഫക്റ്റ് ചെയ്യും, സൗണ്ട് പ്രോബ്ലം ഉണ്ടാവും. അപ്പം ഈ ബ്രിഡ്ജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ വയലിൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രിഡ്ജ് നല്ലവണ്ണം സൂക്ഷിക്കുക, താഴെയൊന്നും വീഴരുത്. ഇത് ഡാമേജ് ആയാൽ നമുക്ക് ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വയലിൻ വാങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിംഗർ ബോർഡ് നല്ല എബണിയുടെ ഫിംഗർ ബോർഡാണ്. നല്ല ഫിംഗർ ബോർഡാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫിംഗർ ബോർഡാണ്. പിന്നെ നെക്ക് എന്നുള്ളത് നമുക്കൊരു വുഡൻ കളർ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. വുഡൻ കളർ തന്നെയാണ് ആ ഒരു നെക്കും ചെയ്തേക്കുന്നത്. പിന്നെ പെക്ക് ബോക്സ് നമുക്ക് കാണാം, നോർമൽ വയലിൻ പോലെ തന്നെയാണ്. പക്ഷേ എന്നാലും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ വർക്ക് ഫിനിഷിങ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സൗണ്ട് അഡ്ജസ്റ്റ് ഉണ്ട്. നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം വോളിയം കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഉള്ളത് ചിൻട്രസ്റ്റ്, നല്ല അടിപൊളി ഒരു ചിൻട്രസ്റ്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് കേബിളിനൊരു സ്ലോട്ട് ഉണ്ട്. പിന്നെ ഇത് മിഡിയാണ്. നമുക്ക് മിഡി എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഇൻസ്ട്രുമെൻറ്റിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ നിന്നോ അല്ലെങ്കിൽ യൂണിറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് വേറെ ടോൺസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് വായിക്കാം. അതാണ് ഈ മിഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല പ്രൊസസ്സറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും നല്ലൊരു ഫീച്ചറാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഇതൊന്നും ഞാൻ മോണോ ഔട്ട്പുട്ടാണ്. നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള തന്നെ ഒരു സോൾട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ കാൻഡിനി വയലിനിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ബ്രിഡ്ജ് ആണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ. അതുകൊണ്ട് ബ്രിഡ്ജ് നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് നല്ലോണം അതിനെ നമ്മൾ കെയർ ചെയ്യണം. പിന്നീട് നമുക്കിതിൻ്റെ ബ്രിഡ്ജിനെ നമുക്ക് ഈ സൈഡ് നോക്കി അറിയാം, രണ്ട് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഫീച്ചറും കൂടി ഇതിൻ്റെ അകത്ത് ഇവർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ തൊടാനേ പാടില്ല, ഒരിക്കലും ഇതിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഓൾറെഡി കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത് അവർ ടോൺ വെച്ചേക്കുകയാണ്. അപ്പം ഈ ഒരു ടോണ് നമുക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റിയാൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എല്ലാം മാറിപ്പോകുന്നതാണ്. പിന്നെ നമുക്കൊരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയുടെ ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പം ഞാൻ വാങ്ങിയ വയലിന് ഇവിടെ സ്ക്രൂ ആണ്, നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് വേണം ബാറ്ററി വെക്കാനുണ്ട്.
അതുപോലെ തന്നെ വേറെ ഒരു മോഡൽ ഞാൻ കണ്ടായിരുന്നു, അത് നമുക്ക് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളാണ് എൻ്റെ ബാക്ക്. ഇയർഫോണിക് ആണ് ഇതിൻ്റെ ടോൺ. ഇതിൻ്റെ വാർണിഷ് വളരെ ക്ലീൻ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല കളറാണ് ഇവർ കൊടുത്തേക്കുന്നത്. വൈൻ റെഡ് ആണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള. സൈഡിൽ ബ്ലാക്ക്, പിന്നെ ഫ്രണ്ട് സൈഡിലും ആൻഡ് ബാക്ക് സൈഡിലും വൈൻ റെഡ് കളർ കൊടുത്തേക്കുന്നു. നെക്ക് വുഡൻ കളർ തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരുണ്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതിൻ്റെ ടോണൊന്ന് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്ന നമ്മുടെ കാൻഡിനിയുടെ ടോൺ ഒന്ന് നിങ്ങൾ കേൾപ്പിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോസിൻ്റെ ME25 എന്ന പ്രോസസ്സറാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത്. ബാക്കി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള റിവേർബും കാര്യങ്ങളും എഫക്ട്സ് ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു പ്രോസസ്സറിൻ്റെ അകത്ത് എഫക്റ്റും കൊടുക്കണ്ട എന്നുള്ളതാണ്. നമ്മൾ ആ ബേസ് നമ്മൾ കേൾക്കുന്ന ആ ടോൺ ഉണ്ടല്ലോ, ആ ടോണ് വയലിൽ നിന്ന് തന്നെ വരുന്നതാണ്. നോർമലി നമുക്ക് പ്രോസസ്സറിൻ്റെ ആവശ്യമില്ല. കാൻഡിനി വയലിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോസസ്സറിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് പ്രോസസ്സർ വെക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിലേ. ഇപ്പം നമ്മൾ ഒരു ഔട്ട്ഡോറിൽ പ്ലേ ചെയ്യാൻ പോകുമ്പോൾ ഒരു സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒരു റിവേർബ് അല്ലെങ്കിൽ തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോസസ്സർ ഉണ്ടായാലും നമുക്ക് തന്നെ അത് മാനേജ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി മാത്രമാണ് ഇതിൻ്റെ ടോൺ. നമ്മൾ ആ കേൾക്കുന്ന ആ കാൻഡിനിയുടെ ടോൺ വരുന്നത് വയലിൽ നിന്ന് തന്നെയാണ്. ആ ഒരു ടോൺ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വയലിന് വേണ്ടി അതിൻ്റെ എഫക്ട്സുകൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് വേരിയേഷൻ ഉണ്ടാവും. അപ്പം ഇതിനു വേണ്ടി നമ്മൾ അതിൻ്റെ അകത്ത് ഒത്തിരി ടോണുകൾ ഞാൻ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് പഴയ എൻ്റെ ഇലക്ട്രിക് വയലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടോണാണ്. അപ്പം അത് ഇനി ചേഞ്ച് ചെയ്യണം. അപ്പം നമുക്ക് ബേസിക്കലി ഇപ്പം കേൾക്കുന്ന ടോൺ കുറച്ചും കൂടെ നമുക്ക് സോഫ്റ്റ് ആക്കാൻ പറ്റും. ചേഞ്ചസ് നിങ്ങൾ മനസ്സിലായി കാണും. ഇതാണ് കാൻഡിനിയുടെ ടോൺ. അപ്പം ഇത് നമ്മൾ ഔട്ട്ഡോറിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ പവർഫുൾ ആയിരിക്കും. നമ്മൾ വായിക്കുന്ന ടോണ് ഔട്ട്പുട്ട് പോകുന്നത് വളരെ പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ണുമടച്ച് വാങ്ങാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കാൻഡിനി. അത് 4 സ്ട്രിങ്ങും 5 സ്ട്രിങ്ങും അവൈലബിൾ ആണ്. അപ്പം ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളൊരു വെസ്റ്റേൺ പ്ലെയർ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 4 സ്ട്രിങ് ആയിരിക്കും. ഈസ്റ്റേൺ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് 5 സ്ട്രിങ് യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം 5 സ്ട്രിങ് വയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്രിങ്ങുകൾ അടുത്തായിരിക്കും കിടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ട്യൂണിങ് സാപ്പ അങ്ങനെയുള്ള ട്യൂണിങ് ആയതുകൊണ്ട് നമുക്ക് വായിക്കാണ്ട് കുറച്ചും കൂടെ കർണാട്ടിക് പ്ലേയേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇൻ സെയിം ടൈം വെസ്റ്റേൺ പ്ലേയേഴ്സിന് നമ്മൾ EADG എന്ന ട്യൂണിങ്ങിൽ കിടക്കുന്നുണ്ട്. നമുക്കൊരു അഡീഷണൽ ഒരു C സ്ട്രിങ് ആണ് വരുന്നത്, 5th വരുന്നത്. അപ്പോൾ ഈ 5th സ്ട്രിങ് നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഞാൻ യമഹയുടെ 5 സ്ട്രിങ് വയലിൻ യൂസ് ചെയ്തു റീസെൻ്റ്ലി. അത് ഞാൻ പർച്ചേസ് ചെയ്ത് UK പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് 5 സ്ട്രിങ് വായിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഞാനത് തിരിച്ച് റിട്ടേൺ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാൻഡിനി വാങ്ങുന്നത്. അപ്പം തീർച്ചയായിട്ടും യമഹയും നല്ലൊരു വയലിനാണ്. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്, എനിക്ക് എൻ്റെ പ്രോഗ്രാംസിനൊക്കെ വായിക്കാൻ കംഫർട്ടബിൾ. ദാറ്റ് മീൻസ് നമുക്ക് ഒരു മൂവി ചെയ്തുകൊണ്ടൊക്കെ വായിക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കാൻഡിനി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. പക്ഷേ യമഹയും കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം ഇയർഫോണിക് ടോൺ ഉള്ളത് നമുക്ക് കാൻഡിനിക്കാണ്. ഇപ്പം ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റുകൾക്ക്, ഇപ്പം യമഹ പോലുള്ള അതുപോലെയുള്ള ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റുകൾക്ക് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടത്തില്ല.
അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വാങ്ങുന്നത്. യമഹയുടെ ഒരു പ്രത്യേകത ലൈറ്റ് വെയിറ്റ് ആണ്, അറൗണ്ട് 300 grams ഉള്ളൂ. കാൻഡിനി കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ട്, അറൗണ്ട് 650 grams ഉണ്ടാവും. പക്ഷേ ഒരു 4-5 days നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഈ വയലിൻ്റെ എങ്ങനെയാണ് ലഭിക്കുന്നത്, ഇത് എവിടെ നിന്നാണ് നമുക്ക് വാങ്ങാവുന്നത് എന്നുള്ള ഡീറ്റെയിൽ ഞാൻ പറയുന്നു. ഇത് ഞാൻ വാങ്ങിയത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ എൻ്റെ ക്ലോസ് ഫാമിലി ഫ്രണ്ടായ സുനിലേട്ടനുണ്ട്. സുനിലേട്ടൻ യമഹയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കാൻഡിനിയുടെ സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാം, ഓതറൈസ് ആയിട്ട് ഡീലർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തോംസൺ മ്യൂസിക് ബാംഗ്ലൂർ കാണാം. അപ്പം അവിടെ ഉള്ള വർക്ക് ചെയ്യുന്ന ആളാണ് സുനിലേട്ടൻ. അപ്പം സുനിലേട്ടൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ വെക്കുന്നുണ്ട് സുനിലേട്ടൻ്റെ. നിങ്ങൾ സുനിലേട്ടൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വയലിൻ വാങ്ങാം, കാൻഡിനി വയലിൻ വാങ്ങാം, യമഹായും വാങ്ങാവുന്നതാണ്. ഇതെല്ലാം അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ അക്സസറീസ് എല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പം ബാംഗ്ലൂരിൽ നിന്നാണ് നമുക്ക് കേരളത്തിലേക്കെല്ലാം സാധനം എത്തിക്കുന്നത്, കാൻഡിനി വയലിൻ എത്തിക്കുന്നത് ഓരോ ഷോപ്പിലേക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുനിലേട്ടനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, നമ്മൾ വയലിൻ വാങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കേസൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. നമ്മളൊരു വയലിൻ വാങ്ങുമ്പോൾ കേസ്, ബോയ്, റോസിനെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ നോർമലി കാൻഡിനി വയലിൻ, യമഹ വയലിനൊക്കെ വരുമ്പോൾ ഒള്ളി കാർട്ടൺ ബോക്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാർട്ടൺ ബോക്സിലായിരിക്കും വരുന്നത്, ഒരിക്കലും കേസ് ഉണ്ടാകില്ല. നോർമലി അങ്ങനെയാണ് വരുന്നത്. ഇനി അവിടെ നമുക്ക് ഷോപ്പിൽ എക്സ്ട്രാ കേസസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വയലിന് മാത്രം ആണ് ഇപ്പം ഇങ്ങനെ ലഭിക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെക്ക് ചെയ്തെടുക്കുക, വയലിൻ വായിച്ച് നോക്കിയെടുക്കുക, വയലിൻ്റെ ഓരോ സ്ട്രിങ്ങും പൊസിഷൻസ്. ഇപ്പം ഞാൻ വാങ്ങിയപ്പം എൻ്റെ ഈ വയലിൻ്റെ ബ്രിഡ്ജ് കുറച്ച് താന്നായിരുന്നു, സ്ട്രിങ്ങിനോട് കുറച്ച് ക്ലോസ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വായിച്ചപ്പം ജി സ്ട്രിങ്ങിൽ ചെറിയൊരു നോയ്സ് വന്നു. അപ്പം ഞാൻ ബ്രിഡ്ജ് സ്വല്പം പൊസിഷൻ മുകളിലോട്ട് കയറ്റിയപ്പോൾ ആ പ്രശ്നങ്ങൾ മാറി. അപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഡയറക്റ്റ് പോയി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങുമ്പോൾ നമ്മുടെ ഒരു ഇഷ്ടം, ഇപ്പോൾ ഈ ഒരു ടോൺ വേണ്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ടോൺ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു കപ്പ് സോങ് നമ്മുടെ ചാനൽ ഇട്ടപ്പോൾ ചോദിച്ചു ഏത് പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ട് പ്രൊസസ്സർ അല്ല, വയലിൻ്റെ ടോൺ ആണ് ഇത്. പ്രൊസസ്സർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ റിവേർബ് യൂസ് ചെയ്യാൻ വേണ്ടി, ശകലം എഫക്ട്സിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങളൊരു പ്രൊസസ്സർ വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഇനി വലിയ സ്റ്റേജുകളിൽ വായിക്കാനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മിഡി ഉള്ള ഒരു പ്രൊസസ്സർ, ഇപ്പം GT100, GT50 പോലത്തുള്ള റോളിൻ്റെ പ്രൊസസ്സേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പ്രൊസസ്സർ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, വയലിൻ പഠിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ വയലിൻ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കാൻഡിനി വയലിൻ. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓടിച്ചാടിപ്പോയി 5 string 4 string എന്ന് പറഞ്ഞുള്ളത് നിങ്ങളുടെ ഒരു ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെസ്റ്റേൺ പ്ലേയേഴ്സിന് 4 string, കർണാട്ടിക് പ്ലേയേഴ്സിന് 5 string ഓക്കെ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് 5 string ഓക്കെ ആണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഒരു വെസ്റ്റേൺ പ്ലേയേഴ്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 4 string ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിലേക്ക് വരുന്നതായിരിക്കും. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.